പപ്പടം വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ടേസ്റ്റി ആയുള്ളൊരു പപ്പടക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു ചട്ടി വെച്ച് കഴിഞ്ഞിട്ട് പപ്പടം പീസാക്കിയിട്ട് നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ. ഇതേപോലെ നിങ്ങൾക്ക് എത്ര പപ്പടമാണോ വേണ്ടത് അത്രയും പപ്പടം ഇതേപോലെ വറുത്ത് മാറ്റി വെക്കാം. ഇനി അതിലോട്ട് നമുക്ക് ചട്ടി വെച്ച് ആ സെയിം ചട്ടിയിലോട്ട് തന്നെ കേട്ടോ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പിലയും ഉള്ളിയിട്ട് വാടി വരുമ്പോഴേക്കും ഉള്ളിയും സവോള എടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ഉപ്പും ഇട്ട് വാടി വരുമ്പോഴേക്കും കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഒരു അരമുറി തക്കാളി എടുത്തേക്കുന്നത് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട്. അതും വാടി വന്ന് കഴിയുമ്പോൾ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, ഒരു വലിയ സ്പൂൺ മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി അത്രയും ഇട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന പപ്പടവും കൂടി ഇട്ടിട്ട് ഈ പപ്പടവും ഈ ഗ്രേവി ആയിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഒത്തിരി ഇളക്കണ്ട, ജസ്റ്റ് ഒന്നൊന്ന് കറിയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമ്മുടെ കറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്താണെങ്കിലും ഇഷ്ടപ്പെടും. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.